ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഞാനൊരു എൻട്രി എടുത്തിട്ടുണ്ട്. രാവിലെ തൊട്ടേ വെയിറ്റ് ചെയ്യുമായിരുന്നു. ഒരു ഓപ്പർച്യൂണിറ്റി പോലും കിട്ടിയില്ല. ഇത്രയും ലേറ്റ് ആയതിനു ശേഷമാണ് എൻട്രി കിട്ടുന്നത്. ഏതായാലും കുഴപ്പമില്ല. പ്രോപ്പർ സെറ്റപ്പ് ഫോം ആയതിനു ശേഷമാണ് ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്ത് ജസ്റ്റ് ആ ഒരു ക്യാൻഡിലിൻ്റെ ലോ ആയിരിക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് വരുന്നത്. ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരം വയ്ക്കുന്ന പോലത്തെ ഒരു 100 പോയിൻറ്റ്സിൻ്റെ ഒരു ടാർഗറ്റ് ഏരിയ ആയിരിക്കും നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. 100 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ റൈറ്റ് ഓക്കെ, ജസ്റ്റ് ഈ ഒരു ലെവലാണ് ടാർഗറ്റ് ഏരിയ ആയിട്ട് വരുന്നത്. ഞാൻ രാവിലെ തൊട്ടേ മാർക്കറ്റിനെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു ഓപ്പർച്യൂണിറ്റി പോലും അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് സെറ്റപ്പ് പോലും നമ്മളുടെ അക്കോർഡിംഗ് നല്ല മൊമെൻറ്റം ഒരു അപ്സൈഡ് ഉണ്ടായിരുന്നു. എന്നാലും നമുക്കത് ക്യാപ്ചർ ചെയ്യാനോ അതിനെ ഒന്ന് ഫോളോ അപ്പ് ചെയ്യാനോ നമ്മളുടെ ഒരു പ്രോപ്പർ സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നും ഫോം ആയില്ലായിരുന്നു. ഇപ്പോൾ ഏകദേശം നമ്മൾ ട്രേഡ് എടുത്തിട്ട് ജസ്റ്റ് ഒരു ലോസ് റൺ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യണമെന്ന് നോക്കാം. 59,200ൻ്റെ കോൾ ഓപ്ഷനാണ് ബൈ ചെയ്തത്. ജസ്റ്റ് ഒരു 70 ക്വാണ്ടിറ്റി. ആവറേജ് ബൈയിങ് പ്രൈസ് ആയിട്ട് നമുക്ക് കിട്ടിയേക്കണം 731.80യിലാണ്. ഇപ്പോൾ ഒരു 722 റേഞ്ച്, 722-27 റേഞ്ച് കോസ്റ്റ് എന്ന് തന്നെ പറയാം. ആ ഒരു റേഞ്ചിൽ ഇപ്പോൾ മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, റിസ്ക് എടുക്കണ്ട. നല്ല അത്യാവശ്യം ഒരു ഫോൾ വന്നതിന് ശേഷമാണ് നമ്മളിവിടെ പോയൊരു ബൈ എൻട്രി എടുത്തിരിക്കുന്നത്. ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് നമുക്ക് പ്ലേസ് ചെയ്യാം. 698ഉം ട്രിഗർ വന്നിട്ട് ₹1 കൂട്ടിയിട്ട് 699ഉം കൂടെ കൊടുക്കാം. ഓക്കെ, നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഏതായാലും കൊടുത്തിട്ടുണ്ട് ട്രേഡേഴ്സ്. ഇനിയിപ്പോൾ മാർക്കറ്റ് ഇപ്പം വീണ്ടും നമ്മളുടെ കോസ്റ്റിൽ തന്നെ വന്നിട്ടുണ്ട്. 698ഉം 699ഉം നമ്മളുടെ കോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഇനി ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ട്രേഡേഴ്സ്. ട്രേഡേഴ്സ് മാർക്കറ്റിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 2300+ ഒരു ലോസ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കാണുവാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. ട്രേഡേഴ്സ് മാർക്കറ്റ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റായതിനു ശേഷം വീണ്ടും സെയിം സ്ട്രൈക്ക് പ്രൈസിൽ ഒരു ക്വാണ്ടിറ്റിയും കൂടെ കൂട്ടിയിട്ട് ഒരു 105 ക്വാണ്ടിറ്റിയിൽ ഒരു 719ൽ സെയിം സ്ട്രൈക്ക് പ്രൈസിൽ ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 105 ക്വാണ്ടിറ്റിയാണ് നമ്മളിപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ട്രേഡ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ആയിരുന്നു ഹിറ്റ് ചെയ്തത്. ഇതിപ്പോൾ നമ്മുടെ ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും ട്രേഡേഴ്സ്. ഒരുപാട് സമയം ആയി. ഇനിയിപ്പോൾ ഇത് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമ്മളുടെ ഒരു ലാസ്റ്റ് ട്രേഡ് ആയിരിക്കും. നമ്മളുടെ എൻട്രിയും എക്സിറ്റും ടാർഗറ്റും കൂടെ ഒന്ന് പ്ലോട്ട് ചെയ്ത് വയ്ക്കാം. ഇതാണ് നമ്മളുടെ എൻട്രി പോയിന്റ്. ഈ ഒരു ക്യാൻഡിലിൻ്റെ ഹൈയർ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമ്മളുടെ ട്രേഡിൽ എൻട്രി എടുത്തത്. എക്സാക്ട്ലി ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ തന്നെയായിരിക്കും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് പ്ലേസ് ചെയ്യുന്നത്. ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 പോയിൻറ്റ്സ് എക്സാക്ട്ലി വെച്ചാൽ ഓക്കെ ഫൈൻ. ഏകദേശം ഈ ഒരു റേഞ്ച് വരും. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഈ ട്രേഡിംഗ് വീക്സ്? ഒന്ന് കമൻറ്റുകളൊക്കെ ഇടുവാണെങ്കിൽ നല്ല കാര്യമായിരിക്കും, അറിയാൻ സാധിക്കുമായിരുന്നു. ഇപ്പം എല്ലാവരും എങ്ങനെയാണ് ട്രേഡിംഗ്, പ്രോഫിറ്റായിട്ട് പോകണ്ടോ ലോസായിട്ട് പോകണ്ടോ, എന്താണ് എല്ലാവരുടെയൊക്കെ ഡെയിലി എങ്ങനെയാണ് അവസ്ഥയെന്നൊക്കെ അറിയാൻ പറ്റുമായിരുന്നു. എല്ലാവരുടെയും കാര്യം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് കമൻറ്റ് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. എനിക്ക് മാത്രമല്ല കാണുന്നവർക്കുമൊക്കെ അതൊരു നല്ല കാര്യമായിരിക്കും എന്ന് തോന്നുന്നു. ഓക്കെ, അഗെയിൻ ഫൈൻ. നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം മാർക്കറ്റ് നമുക്ക് ഫേവറായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 20-25 പോയിൻറ്റ്സിൻ്റെ അടുപ്പിച്ച് മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ട്രേഡ് എടുത്തിട്ട്. ഏതായാലും ഒന്ന് വെയിറ്റ് ചെയ്യാൻ ട്രേഡേഴ്സ്. വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത്, മാർക്കറ്റിൻ്റെ ബിഹേവിയർ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് മാർക്കറ്റിൽ അത്യാവശ്യം മൊമെൻറ്റം വന്നെങ്കിലും നമുക്ക് ഫേവറായിട്ട് അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം ഒരു അപ്സൈഡിലേക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അവിടുന്ന് അത്രയും തന്നെ ഒരു റിജക്ഷനും കൂടെ കാണിക്കുന്നുണ്ട്.
സോ നമുക്ക് റിസ്ക് എടുക്കണ്ട. 719.45 719 നമുക്കൊരു ആവറേജ് ബൈയിങ് പ്രൈസ് ആയിട്ട് കിട്ടിയത്. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഇമീഡിയറ്റ്ലി പ്ലേസ് ചെയ്തേക്കാം. കാരണം ഇവിടുന്ന് മേളിൽ നിന്ന് ഒരു റിജക്ഷനും കൂടെ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് തിരിയുവാണെന്നുണ്ടെങ്കിൽ വലിയൊരു സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ട. നമ്മളുടെ ഒരു ഡിസൈഡ് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആണ്. ഡിസൈഡ് സ്റ്റോപ്പ് ലോസ് കൊടുത്ത് ഇന്നത്തെ ട്രേഡിംഗ് സെക്ഷൻ ക്ലോസ് ചെയ്യാം. കാരണം ഇതിപ്പം കണ്ടിന്യൂസ് ആയിട്ടും 2 സ്റ്റോപ്പ് ലോസും പിന്നെ ഇത്രയും സമയമായതിനു ശേഷവുമാണ് നമുക്ക് ട്രേഡിലൊരു എൻട്രി കിട്ടിയത്. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2000 അടുപ്പിച്ച് ഇപ്പോൾ ഒരു ലോസ് റൺ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ബിഹേവിയർ നോക്കാം. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, ഇത്രയും നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയതിനു ശേഷം ആ ഒരു ഗ്രീൻ ക്യാൻഡിൽ റിജക്ഷൻ ക്യാൻഡിലായിട്ട് മാറുമായിരുന്നു. സോ അത്രയും ഒരു റിജക്ഷൻ ക്യാൻഡിൽ വന്നുകൊണ്ടാണ് നമുക്ക് എക്സിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഡിസൈഡ് ചെയ്ത നമ്മളുടെ ഒരു സ്റ്റോപ്പ് ലോസിൽ മാത്രമേ നമുക്ക് ഇറങ്ങാൻ സാധിക്കുള്ളൂ. അതാണ് ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് കൊടുത്തത്. ഇനിയിപ്പോൾ ഇവിടുന്ന് കണ്ടിന്യൂസ് മൊമെൻറ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ ടാർഗറ്റ് ബുക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ല എങ്ങനെയാണെന്ന് നോക്കാം. അത്യാവശ്യം ഒരു മൊമെൻറ്റം കിട്ടുവാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് വേണ്ട റൈഡ് ചെയ്യണ്ട. ട്രേഡ് അത്രയും റൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് കണ്ടീഷനല്ല. സോ റൈഡ് ചെയ്യുന്നില്ല. ഏതായാലും നമുക്ക് ഫേവറായിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ടാർഗറ്റ് ബുക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി നാളെ ഏതെങ്കിലും ഒരു ട്രേഡ് കിട്ടുമെന്ന് നോക്കാം. രാവിലെ തൊട്ടേ ഞാൻ മാർക്കറ്റിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു ട്രേഡേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട്. പക്ഷേ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വൈകിട്ട് ഒരു ലഞ്ചിന് ശേഷമുള്ളൊരു ഒരു ടൈമിലാണ് നമുക്ക് ട്രേഡിലൊരു എൻട്രി കിട്ടുന്നത് തന്നെ, അല്ലെങ്കിൽ ഒരു സെറ്റപ്പ് ഫോം ആയത് തന്നെ. അത്രയും ലേറ്റായിട്ട് ട്രേഡ് എടുക്കുന്നത് തന്നെ ശരിയല്ല. ഓക്കെ, എനിവേസ് നമ്മളോട് മാർക്കറ്റ് ട്രേഡ് എടുക്കാൻ കാണിച്ചു തന്ന സിറ്റുവേഷൻ വച്ചിട്ടാണ് നമ്മൾ ട്രേഡ് എടുത്തത്. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ട്രേഡിംഗ് സെക്ഷനൊന്നും കാര്യങ്ങളൊക്കെ ഒന്ന് മെസ്സേജ് ഇട്ടാൽ അല്ലെങ്കിൽ കമൻ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ വലിയ നല്ല കാര്യം. ഏകദേശം നമ്മുടെ ലോസിനെ ഇപ്പോൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. ട്രേഡേഴ്സ് ഏകദേശം ഒരു 1000 റുപ്പീസിൻ്റെ അടുപ്പിച്ച് ലോസായി റൺ ചെയ്യുന്നു. നമ്മൾ ഒരു 698ഉം 699ഉം ആയിരുന്നു നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വച്ചിരുന്നത്. ഇപ്പോൾ ഒരു 738 റേഞ്ചിൽ ഇപ്പോൾ മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ഒരു മൊമെൻറ്റം നമുക്കൊരു അപ്സൈഡിലേക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ലോസിനെയും കൂടെ ഏകദേശം റിക്കവർ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റമാണ് മേളിലേക്ക് കിട്ടുന്നതെങ്കിൽ കൂടി അവിടെ നിന്നൊരു റിജക്ഷനും കൂടെ മാർക്കറ്റ് കാണിക്കുന്നുണ്ട്. ചെറിയ റിജക്ഷനാണ്, കുഴപ്പമില്ല. ഏതായാലും എങ്ങനെയാണ് മാർക്കറ്റ് എന്ന് നോക്കാം, എന്നിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ട്രേഡേഴ്സ് മാർക്കറ്റിൽ നമ്മളുടെ ലോസിനെ നമ്മൾ റിക്കവർ ചെയ്തിട്ട് ഏകദേശം ഒരു 1000 റുപ്പീസിൻ്റെ അടുപ്പിച്ച് പ്രോഫിറ്റൊക്കെ കാണിക്കാൻ തുടങ്ങിയായിരുന്നു. ഇപ്പോൾ ഒരു 744 745 റേഞ്ചിൽ ഇപ്പോൾ മാർക്കറ്റ് റൺ ചെയ്യുന്നുണ്ട്. നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് നമുക്ക് നമ്മളുടെ ടാർഗറ്റ് പ്ലേസ് ചെയ്തേക്കാം. നമ്മളുടെ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 744 നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 769 നമ്മളുടെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് നമ്മുടെ കോസ്റ്റിനെയും കൂടെ നമ്മുടെ ലോസിനെ റിക്കവർ ചെയ്തിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പ്രോഫിറ്റ് കാണിക്കാൻ തുടങ്ങിയതായിരുന്നു. അതാണ് ഞാൻ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് ടാർഗറ്റാക്കി പ്ലേസ് ചെയ്തത്. അത്യാവശ്യം നമ്മൾ എടുത്തതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ആദ്യം ഒരു ക്യാൻഡിൽ റിജക്ഷൻ വന്നെങ്കിൽ കൂടി അടുത്ത ക്യാൻഡിലെല്ലാം അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം അല്ലെങ്കിൽ നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റമാണ് കാണിക്കുന്നത്. ഏതായാലും നോക്കാം ട്രേഡേഴ്സ്. ഇനിയും ഒരു 10 പോയിൻറ്റ്സ് 10 to 20 പോയിൻറ്റ്സിൻ്റെ അടുപ്പിച്ച് ഇനിയും പിക്ചർ അബീബി ബാക്കി ഹേ ബായ്. ഇപ്പം ഇവിടുന്ന് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ ഇനി മാർക്കറ്റ് താഴത്തേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്യാവശ്യം നല്ലൊരു ക്യാൻഡിലാണ്. മാർക്കറ്റിൻ്റെ ഓവറോൾ ട്രെൻഡ് ഇന്ന് രാവിലെ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മളുടെ ട്രേഡും വിത്ത് ട്രെൻഡാണ്. അപ്പം അത്യാവശ്യം നല്ല ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ആവുന്ന ക്യാൻഡിലുകൾ, റെഡ് ക്യാൻഡിലുകൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ക്യാൻഡിലായിട്ടും പിന്നെ ഫോം ആവുന്ന ഗ്രീൻ ക്യാൻഡിൽ അത്യാവശ്യം നല്ലൊരു ഗ്രീൻ ക്യാൻഡിലും ഫോം ആവുന്നുണ്ട്. സോ എങ്ങനെയായിരിക്കും എന്നറിയില്ല. ഇനി ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഇത് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. ഇനിയിപ്പോൾ ഏതായാലും നോക്കിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ട്രേഡേഴ്സ്.
ട്രേഡേഴ്സ് മാർക്കറ്റ് വീണ്ടും അവിടെ നിന്നൊരു യു ടേൺ എടുക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ ഒന്ന് പ്ലേസ് ചെയ്തേക്കാം. ടാർഗറ്റ് പ്ലേസ് ചെയ്തിരുന്നതായിരുന്നു. ഇനിയിപ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് തിരിയില്ല. ഭയങ്കര കോൺഫിഡൻസ് ആയ ട്രേഡായിരുന്നു. അത്യാവശ്യം നല്ലൊരു ഗ്രീൻ ക്യാൻഡിലായിരുന്നു ഫോം ആയത്. ആ ഒരു ഗ്രീൻ ക്യാൻഡിനെ നശിപ്പിച്ചുകൊണ്ട് കുറച്ച് റെഡ് ക്യാൻഡിലുകൾ കണ്ടിന്യൂസ് ആയിട്ട് വന്ന് എന്ത് ചെയ്യാനാ. എനിവേസ് നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ കൊടുത്തിട്ടുണ്ട് ട്രേഡേഴ്സ്. ഒരു എഗെയിൻ നമ്മളുടെ കോസ്റ്റിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഏതായാലും വെയിറ്റ് ചെയ്തിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ആണ് ഹിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇനി അതല്ല മാർക്കറ്റ് ഇവിടുന്ന് ടേൺ അറൗണ്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിനെ എഡിറ്റ് ചെയ്ത് വീണ്ടും ടാർഗറ്റിലേക്ക് വയ്ക്കാം. ട്രേഡേഴ്സ് മാർക്കറ്റിൽ നമ്മളുടെ സെക്കൻഡ് ട്രേഡും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓവറോൾ ഒരു 4500 അടുപ്പിച്ച് ലോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ലോജിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ അർത്ഥമില്ലല്ലോ. ഓവറോൾ നമ്മളൊരു 4000 ലോസ്